ചൈന എപ്പോഴും അമേരിക്കയ്ക്ക് ഒരു തലവേദനയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ അമേരിക്കയിൽ കാലുറപ്പിക്കാനുള്ള ചൈനയുടെ ഒരു വമ്പൻ നീക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് അമേരിക്ക വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. ഡോളർ സമ്പന്നമായിട്ടുള്ള രാജ്യത്ത് വാടക ഗർഭധാരണം വഴി കുട്ടികളുടെ ഒരു സൈന്യം തന്നെ സൃഷ്ടിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്താണെന്ന് വിശദമായി പറഞ്ഞു തരാം. അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചൈന ആരംഭിച്ച ഒരു വിവാദ പ്രവർത്തനമാണ് അമേരിക്കയിൽ ഇപ്പോൾ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്, ചൂടുപിടിക്കുന്നത്. ചൈനയിലെ അതിസമ്പന്നർ അമേരിക്കയിൽ സറോഗസി വഴി നൂറുകണക്കിന് കുട്ടികൾക്ക് ജന്മം നൽകുന്നുണ്ട്. ചൈനയിലെ ജനന നിരക്ക് കുറയുകയും പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നതിനാൽ രാജവംശം, അത് കൊട്ടേഷനിൽ വായിക്കണം, രാജവംശം കെട്ടിപ്പടുക്കുന്നതിനുള്ള ചൈനയുടെ നീക്കമായാണ് ഈ പ്രവർത്തനത്തെ അമേരിക്ക കാണുന്നത്. US സറോഗസി നിയമം മുതലെടുത്ത് ഒരു ധനികനായ ചൈനീസ് മനുഷ്യൻ 100-ലധികം കുട്ടികളുടെ ജൈവിക പിതാവായി മാറുകയാണ്. ഇത് സാമൂഹികവും ധാർമ്മികവും രാഷ്ട്രീയവുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു ചൈനീസ് മനുഷ്യന്റെ ബീജം പല സ്ത്രീകളിലേക്ക് അവർ സറോഗസിക്കായി കൊടുക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വാടക ഗർഭപാത്രത്തിന് കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും ജനിച്ചു വരുന്ന കുട്ടികൾക്ക് അമേരിക്കയോട് എന്താണ് കൂറ് എന്നുള്ളൊരു ചോദ്യം അവിടെ സർക്കാരിനിടയിൽ ഉയർന്നു കഴിഞ്ഞു. ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിനുള്ള ഒരുതരം മെഡിക്കൽ പ്രക്രിയയോ സാങ്കേതിക വിദ്യയോ ആണ് വാടക ഗർഭധാരണം. അതിനനുസരിച്ച് ഒരു സ്ത്രീ മറ്റൊരു വ്യക്തിയുടെയോ ദമ്പതികളുടെയോ ഭ്രൂണം ഗർഭപാത്രത്തിൽ വഹിച്ചുകൊണ്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. ലളിതമായി പറഞ്ഞാൽ വാടക ഗർഭധാരണം എന്നാൽ പണത്തിന് ഗർഭപാത്രം വാടകയ്ക്കെടുക്കുക എന്നതാണ്. വാടക ഗർഭധാരണത്തിന് രണ്ട് പ്രധാനപ്പെട്ട തലങ്ങളുണ്ട്. ഒന്ന് പരമ്പരാഗത വാടക ഗർഭധാരണം. ഇതിലൊരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്ന പുരുഷന്റെ ബീജം വാടക ഗർഭസ്ഥ ശിശുവിന്റെ ഗർഭാശയത്തിൽ തിരികുകയും സ്ത്രീയുമായിട്ടുള്ള അണ്ടവുമായിട്ടുള്ള ബീജസങ്കലനം ചെയ്യുകയും ചെയ്യുന്നു. അതിനാൽ വാടക ഗർഭസ്ഥ ശിശുവിനെ ജനിക്കേണ്ട കുട്ടിയുടെ ജൈവിക അമ്മയായി കണക്കാക്കപ്പെടുന്നു. ഇനി ഗർഭകാല വാടക ഗർഭധാരണമുണ്ട്. ഇതിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീയുടെയോ പുരുഷന്റെയോ സൈഗോട്ട്, അതായത് ഈ അണ്ടവും ബീജവുമായി കൊളാബറേറ്റ് ചെയ്ത് സൈഗോട്ടാക്കി IVF രീതിയിലൂടെ ലബോറട്ടറിയിൽ ഒരു ഭ്രൂണം വികസിപ്പിക്കുന്നു. അതിനുശേഷം വാടക ഗർഭസ്ഥ ശിശുവിന്റെ ഗർഭപാത്രത്തിൽ ഭ്രൂണം സ്ഥാപിക്കുന്നു. അതിനാൽ വാടക ഗർഭസ്ഥ ശിശുവിനെ ജനിക്കേണ്ട കുട്ടിയുടെ ജൈവിക അമ്മയായി കണക്കാക്കാനാകില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ജനസംഖ്യാ വളർച്ച നിയന്ത്രിക്കുന്നതിനായി 1979 ചൈന ഒരു കുട്ടി നയം നടപ്പിലാക്കി. ഇത് ജനസംഖ്യാ വളർച്ചയെ തടഞ്ഞു. പക്ഷേ കാലക്രമേണ അതിന് വിപരീത ഫലങ്ങളും ഉണ്ടായി. ചൈനീസ് ദമ്പതികൾക്ക് ഒരു കുട്ടി മാത്രമേ ഉണ്ടാകാൻ അനുവാദമുള്ളൂ എന്നതിനാൽ പെൺകുട്ടിയാണെങ്കിൽ അവർ ഗർഭചിത്രം നടത്തുന്ന ഒരു ശീലവും ഉണ്ടായിരുന്നു. എല്ലാവരും ആൺകുട്ടിയാണ് ആഗ്രഹിക്കുന്നത്. ഇക്കാരണത്താൽ ആൺകുട്ടികളെ അപേക്ഷിച്ച് അവിടെ പെൺകുട്ടികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. പ്രായമായവരുടെ എണ്ണം വർദ്ധിച്ചു. ഒരു കുട്ടി നയം രാജ്യവ്യാപകമായി ജോലി ചെയ്യാൻ കഴിയുന്ന യുവാക്കളുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കി. ഈ പ്രശ്നത്തിൽ നിന്ന് മുക്തി നേടുന്നതിനായി 2016 സർക്കാർ 2 കുട്ടികൾ നയം നടപ്പിലാക്കി. പക്ഷേ അത് വലിയ നേട്ടമുണ്ടാക്കിയില്ല. അങ്ങനെ 2021 3 കുട്ടികൾ നയം, 3 കുട്ടികൾ ജനിക്കാൻ അനുവദിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും കാലം മാറിയിരുന്നു. 3 കുട്ടികളുടെ ചെലവോ ഉത്തരവാദിത്തമോ ഏറ്റെടുക്കാൻ യുവാക്കളും തയ്യാറായില്ല. കരിയർ സമ്മർദ്ദവും ജീവിതശൈലിയും മാറി. തൽഫലമായി യുവദമ്പതികൾക്ക് കുട്ടികൾ കൂടുതൽ വേണ്ടായിരുന്നു. 35 വർഷമായി നടപ്പിലാക്കിയ ഒരു കുട്ടി നയം കാരണം പെൺകുട്ടികളുടെ ജനസംഖ്യ കുറഞ്ഞു. ആൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ വിവാഹം കഴിക്കാൻ പോലും കഴിഞ്ഞില്ല. ഈ കാരണങ്ങളാൽ ചൈനയിൽ ജനസംഖ്യാ കുറവ് എന്ന പ്രശ്നം നിലവിൽ ഉടലെടുത്തിരിക്കുകയാണ്. എന്തായാലും ചൈനയിൽ വാടക ഗർഭധാരണം നിരോധിച്ചതും അമേരിക്കയിൽ അതിന് ഇളവ് കിട്ടിയതുമാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കാൻ കാരണമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.